അപ്പൊ കാസർഗോഡുള്ള ഗോളി ബജ്ജ കഴിച്ചു, ബൺസ് കഴിച്ചു, ഇഡ്ഡലിയും കഴിച്ചു. നല്ല എരിയുള്ള ചട്നിയാണ് കേട്ടോ. എരിഞ്ഞു അല്ലേ? ആണ്. ഓക്കെ. അപ്പൊ നല്ല കുക്കു കൂടിയാണ് അശ്വിനി ടീച്ചർ. അശ്വിനി ടീച്ചറിന് 6 ഭാഷ അറിയാം. എനിക്കൊരു ചോദ്യം ഉള്ളതേ, അപ്പോ സാധാരണ വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് ആളുകൾ പല ചോദ്യങ്ങളാണ് ചോദിക്കുക. ഇപ്പോ എത്രമാത്രം പരിചയമുണ്ട്? എനിക്ക് ദേശീയ മഹിളാ മോർച്ചയുടെ ഞാൻ മഹിളാ മോർച്ചയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്? ഞാൻ ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത് പോയി. ഹിമാലയത്തിൽ പോയിരുന്നോ? ഹിമാലയ അല്ല, ഞാൻ ജമ്മു പോയി, അസം പോയി, തെലങ്കാന, തമിഴ്നാട്, കേരള, കർണാടകന്റെ ഞാൻ സഹപ്രഭാരിയാണ് മഹിളാ മോർച്ചയുടെ. കർണാടക സഹപ്രഭാരിയാണ് മഹിളാ മോർച്ചയുടെ. അപ്പോ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഞാൻ അബ്സർവ് ചെയ്ത ഒരു കാര്യങ്ങളുണ്ട്. എവിടെ നമ്മളെ BJPന്റെ ഗവൺമെന്റ് ഉണ്ട്, അവിടെ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ ആയിട്ടുണ്ട്. ഒന്ന് ക്ലീനിനെസ് ആയിട്ടുണ്ടാവും, റോഡ്സ് ആയിട്ടുണ്ടാവും, എയർപോർട്ട്സ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ നിരവധി ഡെവലപ്മെന്റ്സ്, ഹോസ്പിറ്റൽസ്, കോളേജസ്, ഇങ്ങനെ ഡെവലപ്മെന്റ്സ് കണ്ടിട്ടുണ്ട്. ഞാൻ ഇവിടെ LDFും UDFും മാറി മാറി ഒരു രാഷ്ട്രീയ കണ്ടിട്ട് വന്നവളാണ്. അപ്പൊ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മണ്ഡലത്തിൽ അശ്വിനി MP ആയിട്ട് വരികയാണെങ്കിൽ എന്തായിരിക്കും മാറ്റം കൊണ്ടുവരിക? ഫസ്റ്റ്ലി ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് നമ്മള് എയിംസ് ആണ്. ബിക്കോസ് മൾട്ടി സ്പെഷ്യാലിസ്റ്റ് ഹോസ്പിറ്റൽ നമുക്ക് കാസർഗോഡ് എയിംസ് ആണ് വാഗ്ദാനം. നമ്പർ 1 പ്രയോറിറ്റി ഉറപ്പായിരിക്കും. അതോ പഴയ വാഗ്ദാനം പോലെ ആയിരിക്കും? ഇല്ല. ബിക്കോസ് യു ക്യാൻ സീ ദ ഡ്രാസ്റ്റിക് ചേഞ്ച് വാട്ട് ദ നരേന്ദ്ര മോദി നാഷണൽ ഹൈവേ. തീർച്ചയായിട്ടും ഇത് വാഗ്ദാനം കൊടുത്തിട്ട് ചെയ്യാതെ ഇരുന്നതല്ല. അതേപോലെ നമ്മള് രാം മന്ദിർ ആയിട്ടുണ്ടാവും, വാഗ്ദാനം കൊടുത്തിട്ട് ചെയ്തും. അതേപോലെ അശ്വിനിയും നരേന്ദ്രമോദിജിന്റെ അണ്ടറിൽ വർക്കാക്കുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എയിംസ് കൊണ്ടുവരണം. അശ്വിനി ടീച്ചറെ വിജയിപ്പിച്ചാൽ കാസർഗോഡിനും കേരളത്തിനും എയിംസ് ഉറപ്പാണ്. അപ്പോ ആ എയിംസിന്റെ വാഗ്ദാനത്തിന് ഒരു കോഫി കഴിക്കാം. അതെ, ഗുഡ് കോഫി. താങ്ക് യു. അപ്പോ ഇനി 6 ഭാഷയിൽ ടീച്ചർ സംസാരിക്കും. അപ്പൊ ഈ 6 ഭാഷയിലും കൂടെ നമുക്കൊന്ന് വോട്ട് ചോദിക്കാം. എങ്ങനെ ഉണ്ടാവും? നല്ല ഉണ്ടാവും. ಮಾತೆಲ್ಲ ಈಗ ಸಪೋರ್ಟ್ ಮಂತದ್ದು ಓಟ್ ಮಂತದ್ದು ನಾನು ಗೆಲ್ಪ ಔಟ್ ಪಂಡದು ಯಾಕೆ ಏನೊಂದಿಲ್ಲ. ഒരു പുലിയാണ് കേട്ടാ. ഇത് തുളുവാണ് സംസാരിച്ചത്. എന്റെ ഭഗവാനെ, ನಿಮ್ಮೆಲ್ಲರ ಪ್ರೀತಿ, ಹಾರೈಕೆ, ಆಶೀರ್ವಾದ ಕೊಟ್ಟು ನನ್ನನ್ನು ಗೆಲ್ಲಿಸಬೇಕು ಅಂತ ಹೇಳಿ ನಾನು ಈ ಮೂಲಕ ಕೇಳ್ಕೊಳ್ತಾ ಇದ್ದೇನೆ. ಇದು ಕನ್ನಡ ആണ്. ഇത് കന്നഡ. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം അറിയാത്തവർക്ക് എന്ത് വ്യത്യാസമില്ലേ? പ്ലീസ് vote for NDA and give me opportunity to work for Kasaragod. Okay. Aapki baar 400 par. So ഇത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ്. ഇതൊരു കോമൺ കാര്യകർത്തക്ക് കൂടി ഇതൊരു MP സീറ്റ് കിട്ടിയിട്ടുള്ളത്. കിട്ടിയിട്ടുള്ള ഈ സീറ്റ് എന്റെ എല്ലാ പ്രിയപ്പെട്ട കാര്യകർത്തമാർക്ക് സമർപ്പിക്കുകയാണ്. അപ്പോ എല്ലാരും വോട്ട് ചെയ്തിട്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ തമിഴ് ചോദിച്ചാലോ? തമിഴ് ചോദിക്കണോ? തമിഴ് അപ്പൊ 6 ഭാഷയിൽ ചോദിച്ചല്ലേ? അപ്പോ തമിഴ് ചോദിക്കാൻ പറ്റുമോ? തമിഴ് ചോദിക്കാൻ പറ്റുമോ? നിങ്ങൾ എല്ലാരും വോട്ട് എനിക്ക് കൊടുത്തിട്ട് വിജയിപ്പിക്കണം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ. അശ്വിനി റെപ്രസെന്റ് ചെയ്ത ഇപ്പൊ നമ്മൾ പറഞ്ഞ 7 ഭാഷകളുണ്ടല്ലോ, തുളു, കന്നഡ, ഹിന്ദി, മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, അങ്ങനെ 7 ഭാഷകളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അത് നമ്മുടെ നാടിന്റെ ഒരു ഡൈവേഴ്സിറ്റിയുടെ ഒരു സ്ട്രെങ്ത് ആണ് അല്ലേ? അല്ലെ? ഒരു ലാംഗ്വേജ് അല്ല. അപ്പൊ കന്നഡയിലാണെങ്കിലും തുളുവിലാണെങ്കിലും അശ്വിനി ടീച്ചർ വളരെ കോൺഫിഡൻസ് ആണ്, ഇംഗ്ലീഷിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോ ഒരു സപ്തഭാഷാ ഭൂമിയിൽ നിന്ന് 6 ഭാഷകൾ അറിയാവുന്ന, ഏതാ 7ാമത്തെ വിട്ടുപോയത് അറിയാത്തത്? 6 ലാംഗ്വേജസ് അറിയാവുന്ന ടീച്ചറാണ്. അപ്പോൾ 6 ഭാഷയിലും വോട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ടീച്ചറിന്റെ പ്രോമിസ് ഇതാണ്, എയിംസ് വരും ടീച്ചറെ വിജയിപ്പിച്ചാൽ എന്നുള്ളതാണ്. അപ്പൊ അശ്വിനി ടീച്ചറിനെ നമ്മൾ അശ്വിനി ടീച്ചറിനെ തന്നെ വിളിച്ചു അല്ലെ? അശ്വിനി ടീച്ചർ, താങ്ക് യു അശ്വിനി ടീച്ചർ. MP ആവുകയാണെങ്കിലും MP ആവുകയല്ലെങ്കിലും ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഒരിക്കൽ വരുന്നുണ്ട്, വി വിൽ ഹാവ് എ ഗുഡ് കോഫി ആൻഡ് ഗുഡ് ഗോളി ബജ്ജ. റൈറ്റ്? ഗോളി ബജ്ജ ഉണ്ടാക്കുമോ? ഗോലി ബജി ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടിൽ. ആണോ? എന്താ റെസിപ്പി അറിയോ? മൈദ കേർഡ് ഉണ്ടല്ലേ, കേർഡിൽ ബാറ്റർ ആക്കിയിട്ട് വെക്കണം. കേർഡിലാണ് മൈദ വയ്ക്കുക. അപ്പോ അതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ആഡ് ആക്കാം. ചില്ലി, ജിഞ്ചർ, ഡ്രൈ കോക്കോനട്ട് എല്ലാം മിക്സ് ആക്കിയിട്ടായിട്ട്. പിന്നെ ഗോലി ബജ പറഞ്ഞാൽ ഗോലായിട്ടുള്ള, അപ്പൊ ഗോലായിട്ട് എണ്ണക്കിടാം. ഓക്കെ. അപ്പൊ ടീച്ചറിനെ കുട്ടികൾക്ക് മിസ് ചെയ്യും. അപ്പോ പാർലമെന്റിന് മിസ് ചെയ്യണോ, കാസർഗോഡിന് മിസ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. ഓൾ ദ ബെസ്റ്റ് ടീച്ചർ. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.
അപ്പോൾ നമ്മൾ ഒരു ദിവസം ടീച്ചറിന്റെ വീട്ടിൽ പോയിട്ട് ആഫ്റ്റർ ഇലക്ഷൻ ഗോളി വെച്ച് കഴിക്കാൻ വരും. താങ്ക് യു. തീർച്ചയായിട്ടും. ഓക്കെ, ബൈ. താങ്ക് യു. അപ്പൊ നമ്മള് സ്വാമി ചേട്ടന്റെ കടയിൽ നിന്ന് ഇനി നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നു. എനിക്കെന്തായാലും ഒരു ട്രോൾ ഉറപ്പായി. തുളുവും കന്നഡയും കേട്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. അതങ്ങ് സമ്മതിക്കുന്നതാണ് നല്ലത്. കാര്യം ഇത് രണ്ടു ഭാഷയും വ്യക്തമായി എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഇവിടെ കാസർഗോഡേക്ക് വരുമ്പോൾ ഒരു പ്രശ്നം, മലയാളം സംസാരിക്കുമ്പോൾ പോലും അതിനകത്ത് കന്നഡ കയറി വരും. നല്ല രസമാണ്, നല്ല ടോണിലാണ് അവർ സംസാരിക്കുന്നത്.